അതിരപ്പള്ളിയിൽ ആന ചൊരിഞ്ഞത് ഹൃദയസ്തംഭനം മൂലമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തൽ. മുറിവിലെ അണുബാധ തലച്ചോറിനെയും ബാധിച്ചു തുടങ്ങിയിരുന്നു. മറ്റ് ആന്തരിക അവയവങ്ങൾക്ക് അണുബാധയില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഹൃദയസ്തംഭനം കാരണമായിരിക്കാം ആന മരിച്ചത് എന്ന്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? മരണകാരണമായത് ഹൃദയസ്തംഭനം മാത്രമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്ന ഒരു കാര്യം, ആന ചരിഞ്ഞത് ആദ്യഘട്ടത്തിൽ കണക്കാക്കിയതുപോലെ തന്നെ ഹൃദയസ്തംഭനം കാരണമാണ് ആന ചരിഞ്ഞത് എന്നുള്ളതാണ്. ഈ മുറിവിലെ അണുബാധ പക്ഷേ തലച്ചോറിനെ അടക്കം ബാധിച്ച് തുടങ്ങിയിരുന്നു. മറ്റ് ആന്തരികാവയവങ്ങൾക്ക് അണുബാധ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ തലച്ചോറിനെ അണുബാധ ബാധിച്ചു തുടങ്ങിയിരുന്നു. ഈ മുറിവിന്റെ ഒരു 65 സെന്റിമീറ്റർ ചുറ്റളവും 15 സെന്റിമീറ്റർ വ്യാസവുമുള്ള മുറിവാണ് ഈ ആനയുടെ മസ്തകത്തിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം ആനയുടെ ശരീരത്തിൽ ഒരിടത്തു നിന്നും ലോഹ ഘടകങ്ങളോ മറ്റോ ഒന്നുമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുമുണ്ട്. ആദ്യഘട്ടത്തിൽ കേരള സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ച് ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകിയ സമയത്തും ഇത്തരത്തിൽ ഈ ലോഹഘടകങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഈ ആന ചരിഞ്ഞതിന്റെ കാരണമായി പറയുന്നത് ഹൃദയസ്തംഭനം തന്നെയാണ്. ഇന്നലെ ഒരു 12 മണിയോട് കൂടിയാണ് ചികിത്സ നൽകിക്കൊണ്ടിരുന്ന സമയത്ത് ആന പെട്ടെന്ന് കുഴഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഭക്ഷണവും വെള്ളവും എല്ലാം നല്ല രീതിയിൽ എടുക്കുന്ന സമയത്തും മരുന്നുകളോട് അനുകൂലമായി പ്രതികരിക്കുന്ന സമയത്തും തന്നെയാണ് ഇത്തരത്തിൽ ആനയ്ക്ക് ഒരു കുഴഞ്ഞു വീഴുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ആരോഗ്യനില മോശമായി അത് ചരിയുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ രാത്രി ഒരു 10-11 മണിയോട് കൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ കൊറനാട് തന്നെയുള്ള വനമേഖലയിൽ തന്നെ ആനയുടെ മൃതദേഹം കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. ആസിഫ് മുഹമ്മദ്, തൃശൂരിൽ നിന്ന്.